ദക്ഷിണ കേരള മഹാ ഇടവകയിൽ വികസനത്തിന് ധാരാളം സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും വളർച്ച മുരടിച്ചു നിന്നിരുന്ന ഒരു നീണ്ട ദശാബ്ദ കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. മഹാ ഇടവക ഭരണത്തിന് നേതൃത്വം നൽകുവാനും നേതാക്കളെ നൽകുവാനും പിന്നിൽ നിന്ന് നയിക്കുവാൻ ശക്തമായ ഒരു ഭരണസമിതിയുടെ അപര്യാപ്തത നിലനിന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഒരു പുതിയ ഭരണസമിതിക്ക് രൂപം നൽകണമെന്ന് ചിന്തിക്കുകയും 1994 മഹാ ഇടവക സംയുക്ത സമിതി എന്ന നാമധേയത്തിൽ മഹാ ഇടവകയുമായി ബന്ധമുള്ള ഒരു സമിതി സ്ഥാപിച്ചുകൊണ്ട് ആധുനിക ആശയങ്ങളോടെ ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി. 1994 മുതൽ മഹാ ഇടവക സംയുക്ത സമിതി ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് കാലാകാലങ്ങളിൽ നേതൃത്വം നൽകുന്നതിന് വേണ്ടി വ്യക്തികളെ വാർത്തെടുത്തിട്ടുണ്ട്. 1998 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് മഹാ ഇടവക സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ മഹാ ഇടവകയ്ക്കുണ്ടായ ചരിത്രപരമായ നേട്ടങ്ങൾ ദക്ഷിണ കേരള മഹാ ഇടവകയെ ദക്ഷിണേന്ത്യ സഭയിൽ 15ാം സ്ഥാനത്ത് നിന്ന് വളർച്ചയിലും വികസനത്തിലും 2ാം സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് സാധിച്ചു. പല അക്കൗണ്ടുകളിലും 1 കോടി രൂപയിലധികം മിച്ചമുണ്ടായിരുന്നിട്ടും ശമ്പളം നൽകാൻ ട്രഷറിയിൽ പണമില്ലാതിരുന്ന അവസ്ഥ, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ കണക്കുകളിൽ ഉണ്ടായിരുന്ന ലക്ഷങ്ങളുടെ തുക ട്രഷറിയിൽ ഇല്ലാത്ത അവസ്ഥ, കണ്ണമൂല സെമിനാരിക്ക് നൽകാനുണ്ടായിരുന്ന ലക്ഷങ്ങളുടെ ബാധ്യത, CSI സിനഡിന് നൽകാനുണ്ടായിരുന്ന ലക്ഷങ്ങളുടെ വിഹിത കുടിശ്ശിക, PF ട്രസ്റ്റ് ഫണ്ട് എന്നിവ വകമാറ്റി ചെലവാക്കിയിരുന്നത് തിരികെ കൊണ്ടുവരാനുള്ള പ്രതിസന്ധി, എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഒഴിവില്ലാതിരുന്നിട്ടും 116 പേരെ അധികമായി നിയമിച്ചത് മൂലമുണ്ടായ ബാധ്യത എന്നിവ ഉൾപ്പെടെ കോടികളുടെ ബാധ്യതയാണ് 1998 മുൻപുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലും പ്രാർത്ഥനാപൂർവം ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനും PF-ൽ നിന്നും അച്ഛന്മാർക്കും സഭാ ശുശ്രൂഷകന്മാർക്കും ലോണും വിരമിക്കുമ്പോഴുള്ള ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ നൽകുവാനും കഴിഞ്ഞു. അതിനു പുറമെ ട്രസ്റ്റ് ഫണ്ടിൽ നിന്നുമുള്ള പലിശത്തുക യഥാസമയം എല്ലാവർക്കും നൽകുകയും മറ്റു തുകകൾ മഹാ ഇടവകയുടെ ആസ്തി വികസനത്തിനു വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു. മഹാ ഇടവക ജീവനക്കാരുടെ ശമ്പളം 25ാം തീയതി വരെ നീണ്ടുപോയത് 1ാം തീയതി തന്നെ നൽകാൻ കഴിഞ്ഞു. ക്രമേണ ഓരോ മാസത്തിൻ്റെയും അവസാന പ്രവൃത്തി ദിവസത്തിൽ തന്നെ ആ മാസത്തെ ശമ്പളം നൽകാൻ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു. സഭാ ശുശ്രൂഷകരുടെയും മഹാ ഇടവക ജീവനക്കാരുടെയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. മേൽപ്പറഞ്ഞ ഇല്ലായ്മകളുടെ മധ്യയാണ് മഹാ ഇടവകയെ ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് എത്തിക്കുന്നതിന് സാധിച്ചത്. ഇതിന് പ്രധാന പങ്ക് വഹിക്കുവാൻ മഹാ ഇടവക സംയുക്ത സമിതി എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. 2001 കാലഘട്ടത്തിൽ മഹാ ഇടവകയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്ന പദ്ധതി ആവിഷ്കരിച്ചു. തുടർന്നു അത് നടപ്പിലാക്കി. മഹാ ഇടവക സംയുക്ത സമിതിയുടെ പ്രവർത്തന മുഖേന കാരക്കോണം ഡോക്ടർ സാമുവേൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സിന് 100 സീറ്റിൽ തുടങ്ങി 150 സീറ്റുകൾ വരെ നേടി. 7 പാരാമെഡിക്കൽ കോഴ്സുകൾ, നഴ്സിംഗ് കോളേജ്, 12 PG കോഴ്സുകൾ, ഇങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാതെ കുതിച്ചുകയറ്റം നടത്തി. 1998 ശേഷം മഹാ ഇടവക സംയുക്ത സമിതിയുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി മെഡിക്കൽ മിഷനുണ്ടായ വളർച്ചയ്ക്ക് പിന്നിൽ നിന്ന് നയിക്കുവാൻ ഈ സമിതിക്ക് കഴിഞ്ഞു. ഈ കാലയളവിൽ മെഡിക്കൽ മിഷന് വേണ്ടി വാങ്ങിയ 42 ഏക്കർ സ്ഥലവും ഇന്ന് കാണുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും ലാബും അതിനുള്ള കോടികളുടെ ഉപകരണങ്ങളും ഉൾപ്പെടെ 3000 കോടി രൂപയുടെ ആസ്തി മെഡിക്കൽ കോളേജിന് മാത്രമായിട്ടുണ്ട്. ഈ വികസനങ്ങൾക്കായി ബാങ്ക് വായ്പ എടുത്തത് വെറും 42 കോടി രൂപ മാത്രമാണ്. ആ 42 കോടിയിൽ 2015 ആയപ്പോൾ ലോൺ ഇനത്തിൽ അവശേഷിച്ചിരുന്നത് 2 കോടി 30 ലക്ഷം രൂപ മാത്രമായിരുന്നു. ഇതിനു പുറമെയാണ് കഴക്കൂട്ടം, കുണ്ടറ, നെല്ലിക്കാക്കുഴി എന്നീ ആശുപത്രികളുടെ വളർച്ചയും വികസനവും ഇന്ന് കാണുന്ന തരത്തിലായത്. ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു ലോ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവ വേണമെന്ന ആവശ്യം മഹാ ഇടവക സംയുക്ത സമിതി മുന്നോട്ട് വച്ചപ്പോൾ അത് സാധിച്ചെടുക്കുവാൻ മഹാ ഇടവകയ്ക്ക് കഴിഞ്ഞു. കണ്ണമൂല ജോൺ കോക്സ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 2007 ആരംഭിച്ചു.
പാറശാലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ് സ്ഥാപിച്ചു. അവിടെ 5ലധികം വിവിധ കോഴ്സുകൾ നടന്നു വരുന്നു. LLM കോഴ്സുകളും ആരംഭിക്കാൻ സാധിച്ചു. മുളയറയിൽ ബിഷപ്പ് യേശുദാസൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ചു. പ്രതിയോഗികൾ നൽകിയ നിരന്തരമായ കേസുകളെ അതിജീവിച്ചാണ് ഈ സ്ഥാപനങ്ങൾ ആരംഭിച്ചതും നടത്തിവരുന്നതും. പാറശാല BEd കോളേജിനെ MEd കോളേജായി അപ്ഗ്രേഡ് ചെയ്തു. ഇതിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചു. എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന LMS കോർപ്പറേറ്റ് മാനേജിന്റെ കീഴിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആരംഭിച്ചു. ചെമ്പൂർ, അമരവിള എന്നിവിടങ്ങളിൽ ഓപ്പൺ സ്കൂളുകളും TTA ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്ഥാപിച്ചു. 30ഓളം അൺഎക്കണോമിക് സ്കൂളുകളെ എക്കണോമിക് സ്കൂളുകളാക്കിയതോടുകൂടെ 116 പേരെ റെഗുലൈസ് ചെയ്യാൻ സാധിച്ചു. ഇതിനായി ഉദ്യോഗാർത്ഥികൾ മഹായിടവകയിൽ നൽകിയത് കൂടാതെ മറ്റൊരു തുക നൽകേണ്ടി വന്നിട്ടില്ല. അമരവിള LMS LPS, ചെമ്പൂർ LMS LPS എന്നീ വിദ്യാലയങ്ങളെ മാതൃക വിദ്യാലയങ്ങളാക്കുന്നതിന് സാധിച്ചു. LP തലം മുതൽ നമ്മുടെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ ആരംഭിച്ചു. അങ്ങനെ LMS മിഷണറിമാർ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാലോചിതമായി പരിഷ്കരിക്കുവാനും അവർ പകർന്നു നൽകിയ അറിവിൻ്റെ വെളിച്ചം അണയാതെ സൂക്ഷിക്കുന്നതിനും സാധിച്ചു. ഇവയ്ക്കാവശ്യമായ കെട്ടിടങ്ങളും ലാബുകളും നിർമ്മിക്കുന്നതിന് കഴിഞ്ഞു. ബാങ്ക് ലോണുകൾ ഉൾപ്പെടെയുള്ള മുൻ കടബാധ്യതകൾ 90% അടച്ചു തീർക്കുവാനും സാധിച്ചു. ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് അഭിമാനമായ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും വിശ്വാസികൾക്ക് വളരെ ഗുണകരമാണ്. LMS കോമ്പൗണ്ടിലെ ഹോസ്റ്റൽ കെട്ടിടം, പോളിയോ ഹോമിലെ പുതിയ കെട്ടിടങ്ങൾ, ബിഷപ്പ് ഹൗസ് നവീകരണം, LMS പ്രസിന്റെ നവീകരണം, LMS ഹെഡ് ക്വാർട്ടേഴ്സ് നവീകരണം, കഴക്കൂട്ടത്തെ ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കൂടാതെ കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിൽ ഉൾപ്പെടുന്ന കുണ്ടറയിൽ റോഡിനിരുവശത്തായുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, ആറ്റിങ്ങൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നവീകരണം എന്നിവയെല്ലാം വികസനത്തിന്റെ നേർക്കാഴ്ചകളാണ്. കൊല്ലം കൊട്ടാരക്കര മഹായിടവക രൂപീകരിച്ചത് ഈ കാലത്തെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ്. നെയ്യാറ്റിൻകര സോണും കാട്ടാക്കട സോണും കേന്ദ്രീകരിച്ച് പുതിയ പുതിയ മഹാ ഇടവകകൾ എന്നതിൻ്റെ പ്രാരംഭ പ്രാർത്ഥനകളും ആരംഭിക്കുവാൻ കഴിഞ്ഞു.